ഞാൻ സ്വസ്ഥമായി ഇവിടെ കുറെ കാലം ജീവിച്ചു. എനിക്ക് മതിയായില്ല, പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. നിങ്ങളത് കേൾക്കൂ. ഞാൻ പറയുന്ന കാര്യം സ്വസ്ഥമായി നിനക്കും പറഞ്ഞു തരാം. പക്ഷെ നിനക്ക് മനസ്സിലായി വരുന്നതേയുള്ളൂ. നീ പ്രായം എത്രയായാലും നിനക്ക് ഞാൻ പറഞ്ഞു തന്നോളാം. കാര്യങ്ങൾ പലതും പറഞ്ഞു തന്നോളാം. നീ എന്നെ കുറച്ചും കൂടി അംഗീകരിക്കൂ. എന്നെ ശ്രദ്ധിക്കൂ. എൻ്റെ വാക്കുകൾ പലതും ശ്രദ്ധിച്ചേ മതിയാവൂ. നീ ജീവിതത്തിൽ വിജയിക്കും. ഞാൻ നാളെ കണ്ടില്ലെന്ന് വരാം, പക്ഷെ നീ നാളെ കാണും. ഞാൻ ചിന്തിക്കുന്ന പല കാര്യം ഈ ലോകത്ത് ചുരുക്കം പേര് ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ നിനക്ക് അത് മതി നിന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ. കാശ് വേണം, പക്ഷെ ബുദ്ധിയില്ലെങ്കിൽ കാശുണ്ടായിട്ട് കാര്യമില്ലയേ. കാശ് കൊണ്ട് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കരുത്. ബുദ്ധിയുണ്ടാൽ കാശില്ലെങ്കിലും ജീവിക്കാം. ബുദ്ധി ഉണ്ടെങ്കിലും കാശ് മതി. ഞാൻ ഉദ്ദേശിച്ചത് ശകലം മാറിപ്പോയതെങ്കിലും ഇല്ലാവ പറയുന്നു. നീ ബുദ്ധി വെച്ച് ഉപയോഗിക്കും. നിനക്ക് ബുദ്ധിയുണ്ട്. നീ കേൾക്കുന്ന കാര്യം നീ ശരിക്ക് ചിന്തിച്ചാൽ മതിയാവും. അതെ, കോട്ടയത്ത് പോയാൽ ഞാൻ ഒരു സ്ത്രീയെ കണ്ടു. അവർ എന്നോട് വന്ന് ചോദിച്ചു, എറണാകുളത്ത് ഇതുപോലെ സംഭവിച്ചു. എറണാകുളത്ത് ഏത് ഹോട്ടലിലാണ് തോന്നുന്നു. അവിടെ എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ എന്തോ ചിന്തിച്ചു. അതെ, നീ ഭയപ്പെടുകയും വേണ്ട. നിന്റെ കൂടെ എല്ലാവരും ഉണ്ട്. നീ ഭയപ്പെടുകയും വേണ്ട. നിന്റെ കൂടെ എല്ലാവരും ഉണ്ട് എന്ന് വിളിച്ചവരോട് പറഞ്ഞു. ഞാൻ ചിന്തിച്ച കാര്യമെല്ലാം സ്വയമേ എനിക്ക് കിട്ടിയതേ. നീ പേടിക്കൊന്നും വേണ്ട. പതുക്കെ വാക്കുകൾ എന്നിൽ നിന്ന് ഉയർന്നു വരും. നീ ചായ കുടിച്ചോ? നീ കഴിച്ചോ? ഉറക്കിയോ? നീ എപ്പോഴാ വൈകിട്ട് കിടന്നത് എന്ന് ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് നിന്റെ ഭാഗ്യം. അതെ, ഇവിടെ ആരാണ് വന്ന് സംസാരിക്കുന്നത്? നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ നിന്റെ കൂടെ കാണും എപ്പോഴും. ഞാൻ രാവിലെ വെളുക്കുമ്പോൾ 8:30 ഹോം തിയേറ്റർ ഓണാക്കി പല ഗാനങ്ങളും എൻ്റെ ചെവിൽ പതിക്കുന്നു. ആ ഗാനത്തിലൂടെ എവിടെയൊക്കെയോ മകർന്നു ഉയർന്നു പോകുന്നു.